നമ്മളപ്പോൾ ഗംഗാസാഗറിലെത്തി നമ്മൾ ആ സാഗരത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എല്ലാവരും ആൾക്കാർ കുളിച്ചിട്ടാണ് അവിടോട്ടൊക്കെ അമ്പലത്തിലോട്ട് പോകുന്നത്. ഇവിടെ വന്ന് എല്ലാവരും കുളിക്കും, എന്നിട്ട് അങ്ങോട്ട് പോകും. കുപ്പിയിലും കന്നാസിലും എല്ലാം ഗംഗാജലം ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഈ കിടക്കുന്നതൊന്നും അഴുക്കൊന്നുമല്ല, ഇതെല്ലാം ഇവിടെ പൂജ ചെയ്യുന്ന സാധനങ്ങളാണ്. എന്തൊക്കെ പൂജകളുണ്ട് ഇവർക്ക്, ആ പൂജ ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടെ എല്ലാം വന്ന് കിടക്കുന്നത്. ഞങ്ങളും അങ്ങോട്ട് പോയി കാലൊക്കെ നനച്ച്, വന്ന് എനിക്ക് വെള്ളം കണ്ടപ്പോഴത്തേനും അങ്ങോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ഇറങ്ങിയില്ല. പിന്നീടെയും കാലൊക്കെ നനച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് ശംഖിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കണ്ണാടിയും ഈ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളും ഒരുപാട് സാധനങ്ങൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ എല്ലാം അത് കണ്ട് അങ്ങോട്ട് നടന്നു ഞങ്ങൾ. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല, നമുക്ക് വാങ്ങാനുള്ള സമയമൊന്നുമില്ല, നോക്കി കണ്ടങ്ങ് പോവാം. കാരണം 3:30 ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് വണ്ടിയുടെ അടുത്ത് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയ വഴിക്കേണ്ടത് പൊരി, അവലും പിന്നെ എന്തോ കൽക്കണ്ടം പോലത്തെ സാധനങ്ങളുമൊക്കെ. നമ്മുടെ ഓച്ചിറ അമ്പലത്തിൽ ഭജന വിരിക്കുന്ന പോലൊക്കെ ആൾക്കാർ ഇവിടെ ഭജന ഇരിപ്പുണ്ട്. ടെൻ്റൊക്കെ കെട്ടി ഫുഡൊക്കെ ഉണ്ടാക്കി അതിനകത്ത് തന്നെ. എനിക്ക് തോന്നുന്നു മകരസംക്രാന്തി 14 തീയതി ജനുവരി. അപ്പോൾ അന്ന് രാവിലെ ഇവർ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേറ്റ് ഗംഗയിൽ കുളിച്ചിട്ടാണ് അമ്പലത്തിൽ കയറുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയായിരിക്കും ഇവിടെ എല്ലാവരും ഭജന ഇരിപ്പുണ്ട്. പിന്നെ അമ്പലത്തിലൊക്കെ കയറി തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പം ഇങ്ങനെ ശംഖിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, മാലകളും വളകളുമൊക്കെ. ഞാൻ കിങ്ങിണിക്കൊരു മാല വാങ്ങി, ഈ വൈറ്റ് കളറിലെ മാല. പിന്നെ ശംഖുകൾ, ഈ വളകൾ കണ്ടില്ലേ, ഈ വളയൊക്കെ ശംഖ് വെച്ചുണ്ടാക്കുന്ന വളകളാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ കളറുകൾ, ഓരോ കളറുള്ള വളകളുണ്ട്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ സ്വർണ്ണം കെട്ടുന്നതുണ്ട്. ഈ ബംഗാളിൽ എല്ലാ കല്യാണം കഴിഞ്ഞവരെല്ലാം ഈ വള ഇടണമെന്ന് കമ്പൽസറി അവർക്ക്. പിന്നെ ഇതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയി ഫുഡ് കഴിച്ചു. പിന്നെ തിരിച്ച് ബോട്ടിൽ കയറി, ബസ്സിൽ കയറിയിട്ട് പിന്നെ ബോട്ടിൽ കയറി. അങ്ങനെ രാത്രിയായി നമ്മൾ ബോട്ടിൽ കയറിയപ്പം. രാത്രി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അങ്ങനെ ബോട്ടിലിരുന്ന് പിന്നെയും ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് വീട്ടിലെത്താൻ. അങ്ങനെ ഒരു 10:30 ആയപ്പോഴത്തേന് നമ്മൾ വീടിൻ്റെ അവിടെ എത്തി. വീട്ടിൽ വന്ന് പിന്നെ രാത്രിയിലത്തേക്ക് ഫുഡൊന്നും ഇല്ലായിരുന്നു അവിടെ. പിന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ ദോശ ഉണ്ടാക്കി. ദോശയ്ക്ക് ഞാൻ അരച്ച് വെച്ചിട്ടാണ് പോയത്. ദോശ ഉണ്ടാക്കി പിന്നെ ഫ്രഷായിട്ട് കിടന്നുറങ്ങി. ഇനിയും വേറൊരു വീഡിയോയുമായിട്ട് ഇനി വീണ്ടും വരാം.